السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أما بعد. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ആദാബു തിലാവത്തുൽ ഖുർആനായിരുന്നു. ഖുർആൻ ഓതുന്നതുമായും അതിനോട് അനുബന്ധമായിട്ടുമുള്ള അദബുകളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തതുള്ളത് 11ാമത്തെ ബാബാണ്, ആദാബുൽ അക്ലി വശുർബ്. നമ്മൾ ഇതിലിടയിൽ ഇങ്ങനെ ആവശ്യമുള്ള ബാബുകൾ, പ്രധാനപ്പെട്ട ആവശ്യമുള്ള ബാബുകൾ ഇങ്ങനെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 87ാമത്തെ പേജ് 87 അൽ ബാബുൽ ഹാദി അഷറ 11ാമത്തെ ബാബ് ഫി ആദാബിൽ അക്ലി വശുർബി എന്ന് കാണാം. അക്ലി ഷുർബിൻ്റെ ആദാബുകൾ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും മര്യാദകളാണ് ഇനി പറയാനുള്ളത്. പേജ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് എംബഗി അൻ യകൂന അക്ലുക, നിൻ്റെ ഭക്ഷണം നീ ഭക്ഷണം കഴിക്കുന്നതാവൽ അത്യാവശ്യമാകും. അലാ നിയ്യത്തി തഖവ്വി ബിഹി അലാ ത്വാഅത്തില്ലാഹി തആല വ ഇബാദത്തിഹി, അള്ളാഹുവിനക്കുള്ള ത്വാഅത്തിനും ഇബാദത്തിനുമുള്ള ശക്തി ഉണ്ടാവുക എന്ന നിയ്യത്തോടു കൂടിയായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതായിരിക്കണം. എപ്പോഴും ഭക്ഷണം ഒരു രസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയോ ഒന്നും അങ്ങനെ കഴിക്കരുത് എന്നതാണ് ദീന്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് ജീവൻ നിലക്കണം. ജീവൻ നിലക്കണം എന്തിനാണ്? അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനും ത്വാഅത്ത് ചെയ്യാനും തന്നെ. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം ത്വാഅത്തുല്ലാഹിക്കും ഇബാദത്തുല്ലാഹിക്കുമുള്ള ശക്തി ഉണ്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാവുക. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കണമൊക്കെ ഇബാദത്തായി മാറുകയാണ്. അവിടെ എന്ത് രസം കിടക്കുന്നത്? നമ്മൾ സാധാരണ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ള സംഗതി പോലും നമുക്ക് ഇബാദത്തായിട്ട് മാറുന്ന സാഹചര്യം വരുന്നു ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. ബഅദ കൗനിഹി ഹലാലൻ, അത് ഹലാലായ ശേഷം, ആദ്യം ഭക്ഷണം ഹലാലാവണം, അത് മറ്റൊരു കാര്യം. ഹറാമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ ഇബാദത്തിനുള്ള ശക്തി ഉണ്ടാവുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പം ഭക്ഷണം ഹലാലാവുക എന്നുള്ളത് ആദ്യം നടക്കണം. പിന്നെ തഖ്ബിയൽ ഇബാദത്ത് വേണം. അലാമാ സയ്യത്തി ദിക്റുഹു, ഹലാലിനെ കുറിച്ച് പിന്നീട് വരും. കിതാബുൽ ഹലാൽ വൽ ഹറാം എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി സ്വന്തമായ ഒരു അധ്യായം തന്നെ നമുക്ക് പിന്നീട് വരുന്നുണ്ട്. ഖാല അല്ലാഹു തആല യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാൻ. അല്ലാഹു തആല അംബിയാ മുർസലീങ്ങളോട് പറഞ്ഞ വർത്താനാണിത്. മുർസലീങ്ങളെ, നിങ്ങൾ ത്വയ്യിബാത്തിനെ ഭക്ഷിക്കണം, അഥവാ ഹലാലിനെ ഭക്ഷിക്കണം. എന്നിട്ട് വഅമലു സ്വാലിഹാൻ, നിങ്ങൾ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യണം. അപ്പം സ്വാലിഹാത്തിനെ, ത്വയ്യിബാത്തിനെ ഭക്ഷിക്കുക, ഹലാലിനെ ഭക്ഷിക്കുക എന്നതാണ് അഅ്മാലു സ്വാലിഹാത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പ് ചെയ്യേണ്ട ബേസിക്കൽ കാര്യം എന്നർത്ഥം. അപ്പോൾ ഇദാ കാന അക്ലുക ലില്ലാഹി ഫഹുവ ജദീറുൻ ബി അൻ തുഖദ്ദിമ അലൈഹി ഗസ്ലൽ യദി. അപ്പോൾ നീ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകൾ പറയണം. അള്ളാഹ്ക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ, ഇദാ കാന അക്ലുക ലില്ലാഹി, നിൻ്റെ ഭക്ഷണം കഴിക്കൽ അള്ളാഹ്ക്ക് വേണ്ടിയാകുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി അല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും തിന്നോ, അത് അതിനെപ്പറ്റി നമുക്ക് വർത്താനല്ല. അള്ളാഹുവിന് വേണ്ടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആദ്യം കൈ കഴുകുക എന്നുള്ളതിനെ മുന്തിക്കണം. ആദ്യം കൈ കഴുകിയിരിക്കണം. ലിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ വുളൂഉ ഖബ്ല ത്വആം യുൻഫിൽ ഫഖർ വ ബഅദഹു യുൻഫിൽ ലമം. അൽ വുളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കഴുകൽ നടത്തമല്ല, വുളൂ എടുക്കുക എന്നുള്ളതല്ല. കൈ ശുദ്ധിയാക്കൽ, ഭക്ഷണത്തിൻ്റെ മുമ്പ് കൈ കഴുകുക എന്നുള്ളത് യുൻഫിൽ ഫഖർ, ദാരിദ്ര്യത്തിനെ ഇല്ലാതെയാക്കും. വ ബഅദഹു, ഭക്ഷണത്തിൻ്റെ ശേഷം കൈ കഴുകൽ യുൻഫിൽ ലമമ, അത് ലമമിനെ ഇല്ലാതെയാക്കും. ലമമ പറഞ്ഞാൽ ചെറുദോഷങ്ങൾ, അത് ചെറുദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും എന്നർത്ഥം. അപ്പം ഭക്ഷണത്തിൻ്റെ മുമ്പ് കൈ കഴുകണം, ശേഷം കൈ കഴുകണം. രണ്ടും വളരെ പ്രധാനമാണ്. ദാരിദ്ര്യമില്ലാതാക്കാൻ പറ്റുന്ന കാര്യമാണ് ഭക്ഷണത്തിൻ്റെ മുമ്പ് കൈ കഴുകുക എന്ന് പറയുന്നത്. ചെറുദോഷങ്ങളെ പുറപ്പിക്കുന്ന കാര്യമാണ് ഭക്ഷണത്തിൻ്റെ ശേഷം കൈ കഴുകുക എന്നത്. നമുക്ക് ഈ ഉദ്ദേശത്തോടു കൂടിയൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിന് വളരെയധികം പുണ്യം ഉണ്ടാവും. അതുപോലെ എംബഗി, ഭക്ഷണത്തിൻ്റെ അടുത്ത മര്യാദ, ഈ നിലത്ത് വിരിച്ച സുപ്രയിലായിരിക്കുക ഭക്ഷണം കഴിക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാവില്ല, ഇതൊന്നും പരിചയം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കുന്നത് ശരിക്ക് തറയിൽ ഇരുന്നു കൊണ്ടായിരിക്കണം. അഥവാ എംബഗി അൻ യകൂന അല സുഫ്രത്തി, സുഫ്രത്ത് എന്നാൽ ഈ തറയിൽ വിരിച്ച സുപ്രക്കാണ് സുഫ്രത്ത് എന്ന് പറയാം. നമ്മൾ ഈ ടേബിൾ മേൽ വിരിക്കണേനല്ല, അതിന് മാഇദ എന്നാണ് പറയാം. അപ്പോൾ തറയിൽ ഇരിക്കുക, തറയിൽ സുപ്ര വിരിക്കുക, നിലത്തിരിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതാണ് ഏറ്റവും അദബുള്ള രീതി.
മറ്റു രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കൽ തെറ്റാണെന്നോ കറാഹത്താണെന്നോ എന്നതിന് അർത്ഥമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പരിചയമില്ലാത്ത രീതികളാണ് ബാക്കി രീതികളൊക്കെ. നല്ലത് ആ രീതി ഫോളോ ചെയ്യലാണ് എന്ന് മാത്രം. അത് ഫദാലിക അഖ്റബു ഇല സുന്ന, അതാണ് സുന്നത്തിലേക്ക് ഏറ്റവും അഖ്റബായിട്ടുള്ളത്. കൂടുതൽ സുന്നത്തിനോട് ഖരീബായി കിടക്കുന്നത് അത്തരം സംഗതികളാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബഹുമാനനായ അത്തിപ്പറ്റ ഉസ്താദ് നബറുല്ലാഹു മർഖദഹു, അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി നമുക്ക് പലരും ഒരു പക്ഷേ പരിചയമുള്ളവരായിരിക്കാം. നിരത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, വേറെ ഒരിക്കലും ടേബിളിലോ മറ്റോ ഒന്നും അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല. അതൊരു ഭക്ഷണത്തിൻ്റെ ഒരു സമ്പൂർണ്ണ മര്യാദ എന്ന് പറയുന്നത് ആ രീതിയിലൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. വക്കൻ അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ഉതിയ ബി തുആമിൻ, ഒരു ഭക്ഷണം കൊണ്ടുവരപ്പെട്ടാൽ വദഅഹു അലൽ അർള്, അത് ഭൂമിയിൽ വെക്കും. കാരണം അന്നഹു അഖ്റബു ലിൽ തവാളു, അതാണ് വിനയത്തിനോട് ഏറ്റവും അഖ്റബ്. ശരിക്കും ഒരു ഇങ്ങനെ പൊന്തിങ്ങനെ ഇരിക്കുക, ചാരിങ്ങനെ ഇരിക്കുക, ഒരു ടേബിളിൽ വന്ന് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഒരു തക്കബ്ബറിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ സിമ്പിൾ കൂടിയായിട്ടാണ് ദീൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏറ്റവും വിനയാന്വിതനായ രീതി എന്ന് പറയുന്നത് തറയിൽ വെച്ചുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. നബിതങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, ലാ ആക്കുലു മുത്തക്കിഅൻ ഇന്നമാ അന അബ്ദുൻ ആക്കുലു കമാ യഅ്കുലുൽ അബ്ദ് വ അശ്റബു കമാ യശ്റബു അബ്ദ്. ലാ ആക്കുലു മുത്തക്കിഅൻ, ഞാൻ ചാരി ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കില്ല. നബിതങ്ങൾ പറയാണ്, ചാരി ഇരുന്നാട്ടിങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ഇന്നമാ അന അബ്ദുൻ, ഞാൻ ഒരു അടിമയാണ്. ആക്കുലു കമാ യഅ്കുലുൽ അബ്ദ്, അടിമ ഭക്ഷിക്കുന്ന പോലെ ഞാൻ ഭക്ഷിക്കും. വ അശ്റബു കമാ യശ്റബുൽ അബ്ദ്, അടിമ കുടിക്കുന്ന പോലെ ഞാൻ കുടിക്കും. ഇപ്പോൾ അടിമകൾക്ക്, സാധാരണ അടിമ സമ്പ്രദായമുള്ളിടത്ത് അടിമകൾക്ക് വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അടിമക്ക് ഇങ്ങനെ ഭയങ്കരമായ കസാരയും ഭയങ്കര കുഷ്യട്ട കസാരയും വലിയ ടേബിൾ അങ്ങനെയൊന്നും കൊടുക്കില്ല. ഒക്കെ എവിടെയെങ്കിലും നിലത്ത് വെച്ചിട്ടാണ് കൊടുക്കുക. നബി തങ്ങൾ പറയും, ഞാനൊരു അടിമയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. അടിമ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കും. അടിമ വെള്ളം കുടിക്കുന്ന പോലെ ഞാൻ വെള്ളം കുടിക്കും. ഞാൻ നിലത്തിരുന്നാട് ചെയ്യുന്നർത്ഥം. ഇങ്ങനെ പറയപ്പെടുന്നു. വഖീല അർബഉൻ ഉഹ്ദിസ്ന ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം പുതുക്കി ഉണ്ടാക്കപ്പെട്ടതാണ്. നബി തങ്ങളുടെ കാലത്തില്ലാത്തതാണ്, പിന്നീട് നിർമ്മിച്ചതാണ്. മവാഇദ്, മനാഖില്, അഷ്നാന്, ശബഅ്. ഒന്ന് മാഇദകളാണ്, ഒന്ന് ടേബിളുകൾ, ഭക്ഷണം കഴിക്കാനുള്ള ടേബിളുകൾ. നബി തങ്ങളുടെ കാലത്തില്ല, പിന്നീടുണ്ടായതാണ്. വൽ മനാഖിൽ, അരിപ്പകൾ. അരിപ്പ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ പൊടിയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ തരിക്കുമല്ലോ. അതിൻ്റെ ഈ പിന്നെ ഉമി പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ പൊടി പൂർണ്ണമായിട്ടും പൊടി മാത്രമായിട്ട് കിട്ടാനൊക്കെ അങ്ങനെ തരിക്കണ രീതി ഒക്കെ പിൽക്കാലത്ത് തുടങ്ങിയതാണ്. ഒക്കെ തെറ്റാണെന്നുള്ളതല്ല പറയുന്നത്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നേരെ ഈ ഉമിയുള്ള റൊട്ടിയാണ് കഴിക്കുക. അങ്ങനെ പൊടിക്കും, പിന്നെ അത് തരിക്കൊന്നുമില്ല. അതുകൊണ്ടുള്ള പത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ അതൊക്കെ കൂടുതൽ പിന്നെ ആഡംബരത്വത്തിലേക്ക് മനുഷ്യൻ വന്നപ്പോൾ എന്ത് ചെയ്തു, അതൊക്കെ വീണ്ടും ഡയലൂട്ട് ചെയ്യുന്ന, വീണ്ടും പൊടിയാക്കുന്ന രീതികൾ വന്നു. അതാണ് മനാഖിൽ. മറ്റൊന്ന് അഷ്നാൻ. അഷ്നാൻ എന്ന് പറഞ്ഞാൽ ഈ പൊട്ടാസ്യം പോലുള്ള നമ്മളെ ഈ പിന്നെ എന്താ പറയുക, ഒരു രാസവളം പോലുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ വസ്തുക്കൾ പെട്ടെന്നുണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. തിരക്കൂട്ടിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് പിന്നെ കൃഷികളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഉണ്ടാകണം. അങ്ങനെ അതിനു വേണ്ടിയുള്ള ത്വര, അതാണ് അഷ്നാൻ. മറ്റൊന്ന് ശബ, വയറ് നിറക്കൽ. ഈ സ്വഭാവങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നില്ല, പിന്നീട് ഉണ്ടായ കാര്യങ്ങളാകുന്നു. അതുകൊണ്ട് വരാൻ അക്കൂലു, നമ്മൾ പറയുന്നില്ല ഇന്നലക്കലെല്ലാം മവായിദി മൻഹിയുനു, ടേബിളുമ്മിൽ ഭക്ഷണം കഴിക്കൽ തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഫലൈസ കുല്ലു മുബുദിൻ മൻഹിയൻ അൻഹു, ഈ പുതുക്കി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിരോധിക്കപ്പെട്ടതൊന്നുമല്ല. നമ്മളൊരു സംഗതി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്തതാണ്, പുതിയ ഒരു സംഗതിയാണെന്ന് പറയും. പുതിയ സംഗതികളൊക്കെ വിരോധിക്കപ്പെട്ടതാണ് എന്ന് അർത്ഥം വെക്കാൻ പറ്റില്ല. നബി തങ്ങളുടെ കാലത്തില്ലാത്തതാണ് എന്നർത്ഥം. അപ്പം നല്ലത് നബി തങ്ങളുടെ കാലത്ത് പിന്നെ ചെയ്യുന്ന രീതിയെ ഫോളോ ചെയ്യലാണ് പുതിയൊരു രീതി ഉണ്ടാകുന്നതിനേക്കാളും ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ലത്. അത്രയേ അർത്ഥമുള്ളൂ. അല്ലാതെ ടേബിളിൽ വരുന്ന ഭക്ഷണം കഴിക്കൽ കറാഹത്താണെന്നോ ഖിലാഫുലോലിയാണെന്നോ അങ്ങനെയൊന്നും അർത്ഥമില്ല. അത് വേറെ കാര്യം. പറ്റുമെങ്കിൽ അതാണ് ഇസ്തിക്കാനത്തിൻ്റെ ഒരു വിനയത്തിൻ്റെ രീതി, അതാണ് എന്നർത്ഥം. അതുപോലെ യുഹ്സിനുൽ ജൽസത അല സുഫ്ര, ഈ നിലത്തിരിക്കുമ്പോൾ തന്നെ ഇരുത്തം നന്നാക്കുക. ഫി അവ്വൽ ജുലൂസിഹി വയസ്തദീമുഹ ഹക്കദ, ഇരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇരിക്കുക, അത് അതേപോലെ അവസാനം വരെ ഇരിക്കുക. ഇടയിൽ ഇങ്ങനെ ഇരുത്തത്തിൻ്റെ രീതി അങ്ങോട്ടും മാറ്റി കാലൊന്നും അങ്ങോട്ട് വെച്ച് അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. ഒരു പറ്റുന്ന രീതിയിൽ ആ തുടക്കത്തിൽ തന്നെ ഇരിക്കുക, ആ രീതി അവസാനം വരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുക. ഹാക്കദാക്കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അതങ്ങനെ പല കോലത്തിലിരിക്കും. വറുബ്ബമ ജസാലിൽ അക്രി, ചിലപ്പോൾ ഇരിക്കാൻ വേണ്ടി മുട്ട് കെട്ടിയിരിക്കും. അല്ല റുക്ബത്തൈ,
അങ്ങനെ ഇപ്പോൾ ഇരുത്തൊക്കെ കാണിച്ചു തരാമെന്നറിയില്ല. നമ്മളിങ്ങനെ ചന്തി നിലത്ത് വെച്ചിരുന്നിട്ട് കാല് രണ്ടും ഇങ്ങനെ മടക്കി വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമല്ലോ, അതാണ് മുട്ട് കെട്ടിയിരിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ നിബിധങ്ങളെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുണ്ട്. ചിലപ്പം വജലശാല ബഹരി കഥമേഹി, ചിലപ്പോൾ രണ്ട് കാലിൻ്റെ കഥമിൻ്റെ മേലിരിക്കും. രണ്ട് കാലിൻ്റെ കഥമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ അത്തയ്യാത്തൊക്കെ ഇരിക്കണ മാതിരി, പക്ഷേ വലത്തേ കാലിങ്ങനെ നാട്ടി വെക്കാതെ രണ്ട് കാലും എന്ത് ചെയ്യുക, പരത്തി വെക്കുക, എന്നിട്ട് ടൈമിൽ ഇരിക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുണ്ട്. വറുബമ നസബ റിജ്ലഹുല്ലുംന, ചിലപ്പോൾ വലത് കാലിനെ നാട്ടി വെക്കും. വജലസാലിൽ ലുസ്ര, ഇടത് കാലുമേലിരിക്കും. ചിന്തിച്ചാൽ മതി, ഇടത്തെ കാലുമേലിരിക്കുക, വലത്തെ കാലം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുത്തി വെക്കുക, മുട്ടുംകാലും മേപ്പോട്ടാക്കിയിട്ട് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ കാണാൻ പറ്റും. ആ രീതിയിലുള്ള ഇരുത്തെടുക്കും. ഇതൊക്കെ നബിതങ്ങൾ ഈ 3 രീതിയിലുള്ള പല ഇരുത്തങ്ങളും ഇരിക്കാറുണ്ടായിരുന്നു. ഈ ഇരുത്തങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ കുറേ ഭക്ഷണം കഴിക്കാൻ കഴിയൂല എന്നുള്ളതാണ്. ശറഇൻ്റെ താല്പര്യം അതാണ്, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ആ ഇരുത്തം തന്നെ എന്ത് ചെയ്യുക, അതിനെ പറ്റിയൊരു കോലത്തിലാക്കുക. നമ്മൾ പലപ്പോഴും ഇരിക്കുമ്പം നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. അതെന്തിനാണെന്ന് വെച്ചാൽ കുറേ തിന്നാൻ കഴിയാനാ ഇരിക്കുക. അങ്ങനെ ഇരിക്കരുത്, ചമ്രം പടിഞ്ഞിരിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ കറാഹത്തിൻ്റെ പരിചയപ്പെട്ടതാണ്. കാരണം അത് കൂടുതൽ കഴിക്കാൻ കാരണമാവും. ഒരു മനുഷ്യനിങ്ങനെ എമ്പോഴും തിന്നാൻ, ഈ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന നിരക്കുള്ള കാര്യങ്ങളൊക്കെ വിലക്കപ്പെട്ടതാണ് ശരിക്ക്. അപ്പോൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇരുത്തം, അതാണ് ശറഅ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഇരുത്തം. അതുപോലെ വൈക്രഹുൽ അക്ലു വഷ്റുബു നായിമനു മുത്തക്കിയാൻ, കടന്നുകൊണ്ടും ചാരി ഇരുന്നു കൊണ്ടുമുള്ള ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും കറാഹത്താണ്. അത് മനസ്സിലാക്കണം. ഇവിടെ നായിമെന്ന് പറഞ്ഞാൽ ഉറങ്ങുക, നല്ല കടുക്കുക, കടന്നിട്ട് ഇങ്ങനെ തിന്നുക, ഇരുന്ന് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ മൻഹീൻ തന്നെയാണ്, കറാഹത്താക്കപ്പെടുന്ന കാര്യമാണ്. ഇല്ലാമാ യുന്തക്കലു ബിഹി, നക്കൽ ചെയ്യപ്പെടുന്ന വസ്തുക്കളൊഴികെ. അവിടെ യുത്തഫക്കലു എന്നുണ്ടാവും, അത് യുന്തക്കലു എന്നാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധാരണ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു മുട്ടായി തിന്നും, എന്തോ ഒരു ലഡു തിന്നും. അതായത് നമ്മൾ സാധാരണ വിശപ്പ് മാറ്റാനല്ലാതെ ഒരു രസത്തിന് വേണ്ടി മറ്റൊക്കെ കഴിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും. അത് കടന്നു നിന്ന് വിചാരിച്ചിട്ടും ശരീരം നിന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഒരു മുട്ടായി ആരോ തന്നു, അല്ലെങ്കിൽ ഒരു മാങ്ങൻ്റെ കണ്ടം തന്നു, അതൊക്കെ ഇപ്പം നമ്മളൊരു വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളല്ലല്ലോ, രസത്തിന് വേണ്ടി കഴിക്കുന്ന സാധനങ്ങളാണ്. അത്തരം സാധനങ്ങൾ എന്ത് ചെയ്യുക, കടന്നിട്ട് കഴിക്കണതിനും ചാരിരുന്ന് കഴിക്കണതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശപ്പിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഭക്ഷണമുണ്ട്, അത് കടന്നിട്ടും ചാരിരുന്നിട്ടൊന്നും കഴിക്കരുത്. അതുപോലെ വല്ല ലാസിമല കില്ലത്തിൽ അക്കിലി വഷുറുബി, അക്കിലും ചുറുബും കുറക്കാനോ ആദ്യം തീരുമാനിക്കണം. കുറേ തിന്നണം എന്നുള്ള നെയ്യത്തിലല്ല ഇരിക്കേണ്ടത്, കുറഞ്ഞ് കഴിക്കണം എന്നുള്ള തീരുമാനത്തിൽ അസ്മോട് കൂടി ഇരിക്കണം. കാരണം ഫൈനഹുല യസ്തുഖുഫി നെയ്യത്തിൽ അക്കിലിൽ ഇബാദത്തി ഇല്ല ബിദാലിക്ക്, ഇബാദത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുക എന്ന നെയ്യത്ത് ഇതുകൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരാളിങ്ങനെ ഇന്നിപ്പോൾ നന്നാക്കി ബിരിയാണി കിട്ടിയിട്ടുണ്ട്, അപ്പം നന്നാക്കി തട്ടട്ടെ എന്ന് തീരുമാനിച്ചു. ആ ചിന്ത തന്നെ ശരിക്കും എന്തല്ല, ഇബാദത്തുമായി ബന്ധപ്പെട്ട ചിന്തയല്ല. ഇബാദത്തുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ കുറഞ്ഞ് കഴിക്കുക എന്നുള്ളത് ആദ്യമേ ചിന്തിക്കുള്ളൂ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അത്തഖവിയൽ ഇബാദത്തിനുള്ള കൂവത്തുണ്ടാവുക എന്നതായിരിക്കണം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, കുറഞ്ഞ ഭക്ഷണം കഴിക്കുക എന്നുള്ള നിയത്ത് വേണം. ആദ്യം തന്നെ പള്ളറച്ച് തിന്നണമെന്നാണ് തീരുമാനിച്ച്, അതൊരിക്കലും എന്തല്ല, ഇബാദത്തിൻ്റെ മേലുള്ള കൂവത്തിന് വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കലല്ല. അപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ എന്ത് ചെയ്യും, മാറിപ്പോവും. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മലഅ ഇബ്നു ആദമ വിആഅൻ ശർറൻ മിൻ ബത്നിഹി ഹസ്ബ ഇബ്നി ആദം ലുഖൈമാത്തുൻ യുഖിംന സുൽബഹു ഫഇൻ ലം യഫ്അൽ ഫസുലുസുൽ ലിത്ത്വാമി വസുലുസുൽ ലിശ്റാബി വസുലുസുൽ ലിന്നഫസ്. നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായ പാത്രം മനുഷ്യൻ്റെ വയറാണ്. നാം പല പാത്രങ്ങളും പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പാത്രങ്ങൾ നിറച്ചു വെക്കും, അതിനൊന്നും കുഴപ്പമില്ല. ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവൻ്റെ വയറാണ്. മാ മല ഇബ്നു ആദം ബിആഅൻ, ഒരു മനുഷ്യൻ ഒരു പാത്രത്തെയും നിറച്ചിട്ടില്ല ശർറൻ മിൻ ബത്നിഹി, തൻ്റെ വയറിനേക്കാൾ ഷർറായ. അപ്പം നമ്മൾ ഈ നിറച്ചു വെക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും ഷർറായ പാത്രം വയറാണ്. അപ്പോൾ വയറ് നിറക്കുക എന്നുള്ളത് ഏറ്റവും മോശമാണ്. ഇങ്ങോട്ട് നബിതങ്ങൾ പറയാം, ഹസ്ബ ഇബ്നി ആദം, ഒരു മനുഷ്യന് മതി ലുഖൈമാത്തുൻ യുഖിംന സുൽബഹു, അവൻ്റെ മുതുകല്ലിനെ അവൻ്റെ നട്ടല്ലിനെ നേരെ നിർത്തുന്ന അല്പം ഭക്ഷണം മതി. ഒരു മനുഷ്യൻ കഴിക്കേണ്ട മിനിമം തോതിലുള്ള ഭക്ഷണം അതാണ്. എന്ത്, നമുക്കിങ്ങനെ നീച്ചു നിൽക്കുമ്പം അങ്ങനെ വളഞ്ഞു നിൽക്കരുത്, നേരെ അങ്ങനെ നിൽക്കാൻ കഴിയണം, നട്ടല് നിവൃത്തി ഇങ്ങനെ നിൽക്കാൻ കഴിയണം. ആ നിൽക്കാൻ ആവശ്യമുള്ള അല്പം ഭക്ഷണം മതി.
അപ്പോൾ നമുക്കൊരിക്കലും കഴിയണില്ല അത്രയും തിന്ന് നിർത്താൻ കഴിയൂല, പിന്നെയും തിന്നണം എന്നാണ്. എന്നാൽ തന്നെ നിങ്ങൾ പറയുന്നു ഫഇല്ലം അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആവശ്യത്തിനത് മതി, പക്ഷേ അതിലപ്പുറമാണ് തിന്നണം എന്നുണ്ട്, എന്നായിക്കോട്ടെ തിന്നോട്ടെ. ഫസുലുസുല്ലി ത്വാം എങ്കിൽ വയറിൻ്റെ 1/3 ഭക്ഷണത്തിന്, ഫസുലുസുല്ലി ഷറാബ് 1/3 വെള്ളത്തിന്, ഫസുലുസുല്ലി നഫസി 1/3 വായു കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിബിധങ്ങൾ നിശ്ചയിച്ചത്. ഇപ്പോൾ നമ്മൾ ചിലവരൊക്കെ മനസ്സിലാക്കി വെച്ചത് നമ്മൾ തിന്നുന്നതിൻ്റെ മിനിമം ഭക്ഷണമാണ് 1/3 എന്നാണ്. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ശ്വാസത്തിന് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ മിനിമം രീതിയിൽ. അങ്ങനെയല്ല, അത് മാക്സിമാണ്. മിനിമം ഭക്ഷണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, തൻ്റെ നട്ടെല്ല് നിവർത്തിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം. നമ്മളിങ്ങനെ നീച്ചിക്കാൻ കഴിയണം, അവന് വയറ് പിന്നെ വിശന്നിട്ട് എണീക്കാൻ കഴിയണില്ല, അങ്ങനെ ആവരുത്, എണീച്ചിക്കാൻ കഴിയണം. ഈ ഒരു ഭക്ഷണമാണ് മിനിമം ഭക്ഷണം എന്ന് പറയുന്നത്. മാക്സിമാണ് വയറുടെ 1/3 ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫൈദൻ, അപ്പോൾ യംബഗി അല്ലാ യുഖദ്ദിമാല ത്വാമി അവൻ ഭക്ഷണത്തിലേക്ക് മുന്നിടാതിരിക്കണം, ഇല്ലാ ബഅദൽ ജുഇ വിശപ്പിന് ശേഷമല്ലാതെ. വിശന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നർത്ഥം. അപ്പോൾ ഒരു വിശപ്പുമില്ല, നമുക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഭക്ഷണം മുന്നിൽ കണ്ടതല്ല കഴിക്കുക, അങ്ങനെയല്ല. വിശന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. ഫൈന ശബഅ അല ശബഇ യുഖ്സിൽ ഖൽബ്, കാരണം വയറ് നിറച്ചതിൻ്റെ മേലെ നിറക്കൽ. ഒരാൾക്ക് പിന്നെ വിശക്കുന്നോ മറ്റൊന്നുമില്ല, പിന്നെയും ഭക്ഷണം കഴിക്കുക, അത് ഖസാവത്തുൽ ഖൽബ്, ഹൃദയത്തെ കറുപ്പിക്കുന്ന വസ്തുവാണ്, ഹൃദയത്തിന് കഠോരത ഉണ്ടാക്കുന്ന സംഗതിയാണ്. അത് ചെയ്യാതിരിക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ യംസിക് ഖബല ശബഇ, വയറ് നിറയുന്നതിൻ്റെ മുമ്പായിട്ട് നിർത്തുക. അതുപോലെ വലാ യന്തദിറു ലദീദൽ അത്വമത്തി വൽ അദം, ഏറ്റവും രസമുള്ള ഭക്ഷണം, ഏറ്റവും രസമുള്ള കൂട്ടാൻ അങ്ങനെ കാത്തുക്കരുത്, കിട്ടിയ കഴിക്കുക. അതൊക്കെ ഭക്ഷണത്തിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. വളരെ മുന്തിയ സാധനം ഞാൻ വിചാരിച്ചത് മാത്രം കിട്ടിയാലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കഴിക്കൂല, അങ്ങനെയൊന്നുമല്ല. ഒരെന്താണോ കിട്ടിയ കഴിക്കുക, രസമുള്ള തന്നെ കിട്ടാൻ വേണ്ടി കാത്തുക്കരുത്. കാരണം ഫഇന്ന മിൻ കറാമത്തിൽ ഖുബ്സി, റൊട്ടിയോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് അല്ലാ യന്തദിറ ബിഹിൽ അദം, അതിനുവേണ്ടി കറി കാത്തിരിക്കാതിരിക്കലെന്നാണ്. ഈ റൊട്ടി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. നമ്മൾ ഈ റൊട്ടി, പൊറോട്ട, പത്തിരി എന്നൊക്കെ പറഞ്ഞാൽ ഈ സാധനങ്ങൾ പൊടി കൊണ്ട് ഇങ്ങനെ പരത്തിണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഖുബ്സ് എന്ന് പറയും. അതിൻ്റെ ബഹുമാനത്തിൽപ്പെട്ടതാണ്, അത് കിട്ടിയിട്ട് കറിക്ക് കാത്തിക്കുക. അപ്പോൾ വളരെ പിന്നെ സൂഫി ചിന്തയിലുള്ള വിഷയങ്ങളാണ് ഈ പറയണമൊക്കെ എന്ന് മനസ്സിലാക്കണം. ഇപ്പം നമുക്കിപ്പം ഭക്ഷണം കിട്ടി, അപ്പം നമുക്ക് കറി കിട്ടാത്തതുകൊണ്ട് നമ്മൾ കഴിക്കണില്ല. അപ്പോൾ ശരിക്കും അത് റൊട്ടിയെ മോശമാക്കലാണ്. അതപ്പോൾ ഈ പറയണത്. റൊട്ടിക്കൊരു ബഹുമാനമില്ലേ, അതിങ്ങനെ വേറൊരു കറി കിട്ടിയാൽ മാത്രമേ തിന്നൂ എന്ന വാശി പിടിക്കുന്നത് എന്തിനാണ്? അതാണ് ഈ ചിന്ത. അപ്പം അത് റൊട്ടിയെ അവഹേളിക്കലാണ്. അപ്പോൾ റൊട്ടി തിന്നാൻ പറ്റൂല, കറി കിട്ടിയാലേ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ കറിക്കല്ലല്ലോ ബഹുമാനം, ശരിക്കും റൊട്ടിക്കാണ് ബഹുമാനം കൊടുക്കേണ്ടത്. അപ്പം റൊട്ടിക്ക് കൊടുക്കേണ്ട ബഹുമാനം വേറൊന്നും കൂടിയും കിട്ടിയാലേ കഴിക്കുള്ളൂ എന്നാകുമ്പം റൊട്ടിക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. അതാ ഫഇന്ന മിൻ കറാമത്തിൽ ഖുബ്സി അല്ലാ യന്തദിറ ബിഹിൽ അദം എന്നാണ്. അതുപോലെ വയംബഗി അൻ യജ്തഹിദ ഫീ തക്സീരിൽ ഐദി, കൈകൾ അധികരിപ്പിക്കാൻ അധ്വാനിക്കണം. ഒരു ഭക്ഷണത്തിൽ കുറേ കൈകൾ വരണം. അതായത് ഒരു ഭക്ഷണം ഒറ്റക്ക് കഴിക്കണതിലല്ല പുണ്യം, കുറേ ആളുകൾ ഭക്ഷണം കഴിക്കുക. ഒരു ഭക്ഷണം ആളുകൾ കുറേ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിൽ ബറക്കത്തുണ്ടാവും, പുണ്യമുണ്ടാവും. അപ്പം ഭക്ഷണത്തിൽ കുറേ കൈകൾ വരണം. അഥവാ ഇൻകാനമിൻ അഹ്ലിഹി വലതി, അത് അവൻ്റെ കുടുംബക്കാരോ അവൻ്റെ ഭാര്യ സന്താനങ്ങളോ മക്കളൊക്കെ ആരും ആയിക്കോട്ടെ, ഒരു ഭക്ഷണത്തിൽ കുറേ ആൾക്കാർ കൂടുക. ഭക്ഷണം നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ കഴിക്കുക, അതിലൊരു പുണ്യമില്ല. പരമാവധി ആളുകളെ കൂട്ടുക, ഒരു ഭക്ഷണത്തിൽ കുറേ ആൾക്കാർ പങ്കെടുക്കുക. അതാക്കാൻ ഖൈറു ത്വാമി മാ കസറത്ത് അലൈഹിൽ ഐദി, ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൈകൾ അധികരിച്ച ഭക്ഷണമാണ്. കുറേ കൈകൾ ആ ഭക്ഷണത്തിൽ വന്ന് കഴിച്ചിട്ടുണ്ട്, അത് വളരെ ഖൈറുള്ള ഭക്ഷണം. കാന അലൈഹി സ്വലാത്തു വസ്സലാം ലാ യഅ്കുലു വഹദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂലായിരുന്നു. റവാഹു അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ഹദീസിലുള്ള സംഗതിയാണത്. അപ്പോൾ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല, എപ്പോഴെങ്കിലും ഒരാളെ കിട്ടണം ഭക്ഷണം കഴിക്കാൻ. അത് എവിടുന്നെങ്കിലും ആളെ പിടിച്ചുകൊണ്ടിരും, ആരും കിട്ടിയിട്ടില്ലെങ്കിൽ. അതേതെങ്കിലും അടിമകളായിരിക്കാം, വല്ല പിച്ചക്കാരൊക്കെ ആയിരിക്കാം, നമ്മളെ ഭാഷയിൽ മോശക്കാരായിരിക്കാം. ഭക്ഷണം കഴിക്കാൻ ഒരാൾ വേണം എപ്പോഴും, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കൂല. അപ്പോൾ ഒരു ഭക്ഷണത്തിന്മേൽ കുറേ ആളുകളുടെ കൈ അങ്ങനെ വന്നു പോവുക എന്നത് ഭക്ഷണത്തിന് ബറക്കത്തുണ്ടാകാനും പുണ്യം കൂടാനും കാരണമാണ്. അതും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു അദബാണ് എന്നർത്ഥം. തൽക്കാലം അളക്കട്ടെ. ഇനി നമുക്ക് ആദാബുൽ അക്ൽ, ഭക്ഷണത്തിൻ്റെ മര്യാദകളാണ് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.